ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പൈൽ റീഡിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 പൈലായിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുന്നത്. അതിൽ ഏത് പൈൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 2 പൈൽ ഇൻറ്റ്യൂട്ടീവായിട്ട് മനസ്സിൽ എന്താണോ, ഏത് പിക്ചറാണോ ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റെസൊനേറ്റ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്, ആ പൈൽ സെലക്ട് ചെയ്യാം. ആ ഒരു പിക്ചർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, 1 അല്ലെങ്കിൽ 2. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 1 വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. പൈൽ നമ്പർ 1, നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ പൈൽ നമ്പർ 1 എന്താണെന്ന് നോക്കാം. 10 of cups, 3 of wands, king of pentacles, page of swords, nine of swords, bottom of the deck devil കാർഡാണ് വന്നിട്ടുള്ളത്. സോ പൈൽ നമ്പർ 1, നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളെ ഒരുപാട് അലട്ടുന്നുണ്ടായിരുന്നു. മാനസികമായിട്ട്, പ്രത്യേകിച്ചും മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. ഏകദേശം നിങ്ങൾ അത് തീരെയും അതുകൊണ്ട് ആ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടിയ ഒരവസ്ഥയിലായിരുന്നു ഇതുവരയ്ക്കും. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഡിപ്രസ്ഡ്, ഒരു വല്ലാത്ത ഫ്രസ്ട്രേറ്റഡ് മൂഡിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മുന്നോട്ട് വരണമെന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു പോസിന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം ഒരു സ്റ്റിൽനെസ് തന്നെയാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോൾ ഇത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കുറേ പ്രശ്നങ്ങൾ, അതെന്ത് തന്നെ ആയിക്കോട്ടെ, ആ പ്രശ്നങ്ങൾ ഇവിടെ തീരാൻ പോവുകയാണ്. വിത്തിൻ നമുക്കൊരു 1 മന്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് കംപ്ലീറ്റായിട്ട് അത് തീരാൻ പോവുകയാണ് എന്ന് ഈ 9 ഓഫ് സ്വാർഡ്സിലൂടെ നമുക്ക് സൂചിപ്പിക്കുന്നു. കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള നാളുകൾ വളരെ നല്ല ഒരു കാലമായിരിക്കും. തോറ്റുപോയി നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ മാത്രമാണ്. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളും വളരെയധികം മികവേറിയ ഒന്ന് തന്നെ ആയിരിക്കും. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു നാളെയാണ് ഇനി വരാൻ ഉള്ളത്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരു ഫ്രസ്ട്രേറ്റഡ് മൂഡിൽ നിന്നും ഒരു സ്വിച്ച് ഓൺ ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. ഇപ്പോൾ കറൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് ഈ 2 കാർഡ്സിലൂടെയും കാണിക്കുന്നത്. നിങ്ങളുടെ കുറേ ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിലെ ഒരു അവസാന ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരുന്നതായിട്ടും ഈ പേജ് ഓഫ് സ്പോർട്സ് കാണിക്കുന്നുണ്ട്. ഈ കാർഡിലൂടെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് യൂണിവേഴ്സ്. അടുത്ത കാർഡ് 3 ഓഫ് wands ആണ്. നിങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ കരിയർ സംബന്ധമായ എന്തോ ഒരു വിഷയം കൊണ്ടാണ്. നിങ്ങൾ വളരെ
ലോയലായിട്ട് ഉള്ള ഒരു വ്യക്തിയാണ്. വളരെ ഡിവൈൻ നേച്ചറുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. വളരെ ഗ്രൗണ്ടഡായ, ഗുരുത്വമുള്ള, എന്നാൽ വളരെ സ്പിരിച്വലായ, ഡിവിനിറ്റി തോന്നിക്കുന്ന തരത്തിലുള്ള ഡിവൈൻ ആയിട്ടുള്ളൊരു ക്യാരക്ടറുള്ള ആളുകളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എവിടെയോ ഒരു കൺഫ്യൂഷനിലാണ്, മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അത് തന്നെയായിരിക്കണം നിങ്ങളുടെ ഈ ഒരു വല്ലാത്തൊരു വിഷമത്തിന് കാരണവും. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കരിയർ തന്നെയാണ്. കരിയറിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ഇങ്ങനെ വന്നു കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യലും ഉണ്ട്. ഒരുപാട് ചോയ്സസ് നിങ്ങളിൽ വന്നു കിടപ്പുണ്ട്. അതിനുള്ള പൊട്ടൻഷ്യലും നിങ്ങൾക്കുണ്ട്. പക്ഷേ എന്ത് ചൂസ് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. റീസെൻ്റ്ലി നിങ്ങൾ അതിൽ എന്തൊക്കെയോ, അതിൽ കുറച്ച് ഓപ്ഷൻസ് എനിക്കുള്ളതല്ല എന്ന് തിരിച്ചറിയുകയും അതിനെ മനസ്സാൽ തന്നെ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്ഷനിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. കുറേ ഓപ്ഷനിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കുറേ ഓപ്ഷനിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ ഒരു ഹെൽപ്പ്, എനിക്ക് തോന്നുന്നു അത് ഒരു സ്പിരിച്വൽ കണക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഡിവിനിറ്റി, ഒരു ഉൾവിളി നിങ്ങളിലേക്ക് വന്നിട്ട് ശരിക്കുമുള്ള നിങ്ങളുടെ പാത എന്തെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇനിയൊരു 4 ആഴ്ചയിൽ നിങ്ങളത് ചെയ്യാൻ തുടങ്ങും എന്നാണ് ഈ ഒരു കാർഡിൽ സൂചിപ്പിക്കുന്നത്. വളരെ മുന്നോട്ട് പോകുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇനി വരാൻ പോകുന്നത്. കാര്യം നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു എന്താണ് എൻ്റെ പർട്ടിക്കുലർ കരിയർ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഒരു പാത, ഞാൻ ഇനി എങ്ങോട്ടാണ് പോവേണ്ടത് എന്നുള്ളൊരു ധാരണ നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അടുത്തത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നിങ്ങൾ ഇപ്പോൾ എടുത്ത എന്തോ ഒരു ഡിസിഷൻ, അത് കരിയറിലായിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലിയിലായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഇഷ്യൂവിലായിക്കോട്ടെ, അത് എന്ത് തന്നെ ആയിരുന്നാലും അതിൽ നിങ്ങളിപ്പോൾ വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. വളരെ സ്റ്റേബിളാണ് നിങ്ങൾ. ആ ഒരു ഡിസിഷനിൽ നിങ്ങൾ വളരെ സ്റ്റേബിളാണ്. മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ എന്ത് തന്നെ ഡിസിഷൻ എടുത്താലും അത് വളരെ കോൺഫിഡൻ്റായിട്ട് നിങ്ങൾ നേരിടും. അതിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ പോയ, അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ പാത നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫ്രൂട്ട്ഫുൾ തന്നെ ആയിരിക്കും. വളരെ, അതായത് സാമ്പത്തികമായിട്ടും എന്തെങ്കിലും ഒരു ഫെയിമായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിലും അത് വളരെ ഒരു വലിയ ഡിസിഷൻ തന്നെ ആയിരിക്കും. എന്ത് വന്നാലും ഒരു കംപ്ലീറ്റ് അബണ്ടൻസ്, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത്, ഒരു സ്റ്റെബിലിറ്റി നമുക്ക് മുന്നോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫുൾ ഓഫ് നറിഷിങ്, അല്ലെങ്കിൽ ഒരു നറിഷ്മെൻറ്റ്, വളരെ സ്റ്റേബിളായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു യാത്രയായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് ഉള്ളത്. അതിൽ നിങ്ങൾ വിജയകരമാകും എന്നതും ഇത് കാണിക്കുന്നു. നോക്കൂ, അടുത്ത കാർഡ് 10 ഓഫ് കപ്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ വരുന്നുണ്ട്. അത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നിങ്ങളുടെ ഫാമിലി ലൈഫിലും വളരെയധികം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റേജ് കാണുന്നുണ്ട്. ഇമ്പ്രൂവ്മെൻ്റ് എന്നല്ല, അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സംഭവിക്കും. ഒരു ഫുൾനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിരിക്കും. എന്നാൽ വെറുതെ ഒരു ഹാപ്പിനെസ് അല്ല, ഷോ ഓഫ് അല്ല. ഇൻസൈഡ് നിങ്ങളുടെ മനസ്സിനുള്ളിൽ വളരെയധികം നിങ്ങൾ ഹാപ്പി ആയിരിക്കും, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നിങ്ങൾ ചൂസ് ചെയ്ത എന്താണെങ്കിലും ആ ഒരു ഡിസിഷൻ്റെ മേൽ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ടൈം കിട്ടും, മുന്നോട്ട് ഒരുപാട് ടൈം കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്.
സമയം കിട്ടുമ്പോൾ അറിയാമല്ലോ നമുക്കത് കൂടുതലും നിങ്ങളത് ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു ലേണിംഗ് പ്രോസസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിരിക്കും കൂടുതൽ നോക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് വളരെ ഒരു അബണ്ടൻസ് വരുന്നുമുണ്ട്, നിങ്ങളിൽ അത് ഒരു ഹാപ്പിനെസ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുമുണ്ട് എന്നതാണ് ഇതിൽ കാണിക്കുന്നത്. കുറച്ച് അഫർമേഷൻ കാർഡ്സ് നമുക്ക് നോക്കാം. എന്തായിരിക്കും പൈൽ നമ്പർ 1 മെസ്സേജ്? Okay. Okay, look at that. Seek happiness. Seek what brings you happiness. Do it. Okay. സന്തോഷം കണ്ടെത്താൻ തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ ടാറോ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് അതാണ്. നിങ്ങൾക്ക് മുന്നോട്ടുള്ളത് സന്തോഷം തന്നെയാണ്. കൾട്ടിവേറ്റ് അവെയർനെസ്, ഇറ്റ് ഓപ്പൺസ് യുവർ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവെയർനെസ് കൊണ്ടുവരിക. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങളുടെ നല്ലതെന്താണ്, ചീത്ത എന്താണ് എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് അവെയർനെസ് നിങ്ങൾ കൊണ്ടുവരിക. അടുത്തത് സെലിബ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ്. ഇറ്റ്സ് ടൈം ടു സെലിബ്രേറ്റ് ഈവൻ ഇറ്റ് ഈസ് ബിഗ് ഓർ സ്മോൾ. എന്ത് ചെറിയ കാര്യങ്ങൾ, നമ്മളിതാ ഈ 10 ഓഫ് കപ്സിൽ പറഞ്ഞതുപോലെ ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ ആഘോഷിക്കുക. നമ്മുടെ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ്, അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, അതിനെ വളരെയധികം നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. അടുത്തത് എക്സ്പ്രസ് യുവർ സെൽഫ്. എക്സ്പ്രസ് യുവർ സെൽഫ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ട്രൂ സെൽഫ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. ആർക്ക് വേണ്ടിയും അത് മറച്ചു വെക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം നന്നായിട്ട് അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ടാറോ റീഡിങ്ങിലൂടെ. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ളത് വളരെ നല്ല കാലമാണ്. കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ വളരെ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ചോയ്സിലേക്ക് കടന്നു കഴിഞ്ഞു. അത് വളരെ ഡിവൈനായിട്ടുള്ള ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരു സന്തോഷകരമായ ഒരു ഭാവി കാണുന്നുമുണ്ട്. അപ്പോൾ ഈ ഗൈഡൻസൊക്കെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സോ പൈൽ നമ്പർ 2, വെൽക്കം ടു ദി റീഡിംഗ്. പൈൽ നമ്പർ 2ൻ്റെ റീഡിംഗ് നമുക്ക് നോക്കാം. എന്താണ് പൈൽ നമ്പർ 2ൻ്റെ കറണ്ട് എനർജി എങ്ങനെയാണെന്ന് നോക്കാം. എന്തൊക്കെ മെസ്സേജസാണ് യൂണിവേഴ്സ് തരുന്നതെന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2 മെസ്സേജ് എന്താണ്? പൈൽ നമ്പർ 2ൻ്റെ നോക്കാം. 7 of Wands, the Empress, Knight of Swords, Three of Swords,
Ten of Pentacles, and bottom of the deck, Five of Wands. Okay. നിങ്ങൾ മുൻപ് കാലത്ത് ഉണ്ടായ എന്തോ ഒരു കാര്യം ഇങ്ങനെ നിങ്ങളെ ട്രിഗർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും പണ്ട് എപ്പോഴോ നടന്ന എന്തോ ഒരു സംഭവമാണത്. പക്ഷേ അതിപ്പോഴും നിങ്ങളെങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പാൽ നമ്പർ 2, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ വളരെ സമ്പത്തുള്ള ആളുകളാണ്. ഇൻ ദ സെൻസ് അത്യാവശ്യം ലക്ഷറി നിങ്ങൾ ജനിച്ചപ്പോഴേ ഉള്ള ആളുകളാണ് നിങ്ങൾ. അത്യാവശ്യം ജീവിക്കാൻ പാകത്തിനുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. ഫാമിലി എല്ലാം, വീട്, കാശ് ഒക്കെ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നല്ല അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ള വ്യക്തികളുമാണ് നിങ്ങൾ, സാമ്പത്തികമായും മാനസികമായും ഒക്കെ. പക്ഷേ കുറച്ച് നാളായിട്ട് നിങ്ങളുടെ എന്തോ ഒരു സാമ്പത്തിക ഇടപാടിൽ നിങ്ങൾക്ക് കുറച്ച് പേരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. നിങ്ങളതിൽ വളരെ എന്താണ് പറയുക, വളരെ തകർന്നു പോയ ഒരു സമയമായിരുന്നു. സാമ്പത്തികമായി നിങ്ങൾ സഹായിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ സാമ്പത്തികമായി നിങ്ങൾക്ക് വന്നു ചേരേണ്ട എന്തോ നിങ്ങളിലേക്ക് വരാതെ അത് പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയിലേക്ക് മാറിപ്പോവുകയാണ് ഉണ്ടായത്. അത് നിങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങളെന്ന വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വളരെ മുറിവേറ്റ ഒരു ഫീലിലാണ്. അത് തന്നെയാണ് ഈ 3 ഓഫ് സോർട്സും അത് തന്നെയാണ് നമുക്കിവിടെ 3 ഓഫ് സോർട്സും കാണിക്കുന്നത്. നിങ്ങൾ എന്തോ ഈ ഒരു കാര്യത്തിൽ സാമ്പത്തികമായ എന്തോ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കറൻ്റ്ലി. അത് ആളുകൾ വഴിയാണ്, എന്തോ കുറച്ച് ആളുകൾ വഴിയാണ് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൽ നിങ്ങൾ വളരെയധികം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. റീസെൻ്റ്ലി വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്. അതിലിപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് നിങ്ങൾ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു ഫെമിനിൻ എനർജി വളരെ എവിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ അമ്മയാവാം, വേണമെങ്കിൽ മദർ ഇൻ ലോ കൂടെ ആവാം. ഒരു ഫെമിനിൻ എനർജി നിങ്ങളുടെ ലൈഫിൽ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഫെമിനിൻ എനർജിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീത്വത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയാം, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ചെയ്യണമെന്നില്ല. കുറച്ച് പേർക്ക് അത് റെസനേറ്റ് ചെയ്യുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ബാക്കിയുള്ളത് വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഫെമിനിൻ എനർജി, അത് നിങ്ങളല്ല, നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ അമ്മയാവാം, സഹോദരിയാവാം, വൈഫാവാം, ഭാര്യയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മദർ ഇൻ ലോ കൂടെ ആവാം. അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ, അവരുടെ നല്ലതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശരിക്കും വളരെയധികം ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ഇപ്പോഴും നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്, അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ആരോ ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ നെട്ടോട്ടം ഓടുന്ന ഒരു സ്റ്റേജാണ്.
സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ ശരിക്കും എന്താണ്, ഏതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, എങ്ങോട്ട് ഞാൻ ഓടണം എന്നുള്ള ഒരു 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 ധാരണയും പക്ഷെ നിങ്ങൾക്ക് ഇല്ല. അതാണ് നൈറ്റ് ഓഫ് സോർട്സ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ധാരണയും പർട്ടിക്കുലർലി ഇങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ ഞാൻ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ എനിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതിനപ്പുറം എങ്ങോട്ടാണ് ഞാൻ ശരിക്കും പോകേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴി ശരിയാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കുന്നതേയില്ല. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ആ ഒരു സ്ഥാനം, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ, ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കംഫർട്ട് സ്റ്റേജ് അതിലേക്ക് എത്തണം എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ശരിക്കും അങ്ങനെ ഓടേണ്ട ആവശ്യം തന്നെയില്ല എന്നാണ് ഇതിലേക്ക് പറയുന്നത്. നിങ്ങളിങ്ങനെ എന്തെന്നറിഞ്ഞൂടാതെ വളരെ കൺഫ്യൂസ്ഡായിട്ട് എന്തിൻ്റെയൊക്കെയോ പുറകിൽ ഓടുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സും അതേപോലെ വളരെയധികം നെഗറ്റീവ് തോട്ട്സിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. കുറച്ച് നാളുകളായിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. കറൻ്റ്ലി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും കാറ്റിൻ്റെ എതിർ ദിശയിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ അങ്ങനെ ഓടിയിട്ട് എന്തെങ്കിലും നിങ്ങൾ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നേരം ഒന്ന് പോസ് ചെയ്യുക, കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുക, കുറച്ചൊന്ന് നമ്മൾ ഫയൽ നമ്പർ 1 പറഞ്ഞ പോലെ തന്നെ ഒന്ന് നിന്ന് ചിന്തിക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം കൊടുക്കുക. അതുമല്ല, ഞാനിങ്ങനെ കിടന്ന് മരിച്ച് പണിയെടുക്കുകയോ അല്ലെങ്കിൽ ഞാനിങ്ങനെ മരിച്ച് ഒന്നും അറിയാതെ ഓടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരിക്കും ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഓട്ടം മാത്രമേ ഉള്ളൂ. അതിനപ്പുറം നമുക്ക് വേറൊന്നും ഇതിൽ കാണാൻ പറ്റുന്നില്ല. ഒന്നും തന്നെ നമ്മുടെ ചുറ്റുമുള്ള നമ്മളൊന്നും കാണുന്നില്ല. ചുറ്റുമുള്ള ആളുകളെ, വേറെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ അല്ലാതെ, അതായത് ഈ ഒരു വ്യക്തി അല്ലാതെ നമ്മൾ വേറെ ആരെയും കാണുന്നില്ല. അവരുടെ ഒരു ഫീലിംഗ് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഈ ഒരു ഓട്ടപ്പാച്ചിലിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നിർത്തിയിട്ട് മറ്റുള്ളവരെക്കുറിച്ച് ഒന്ന് കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ തന്നെയാണ്. പ്രശ്നങ്ങൾ അത് ഉടനടി തന്നെ മാറി വരികയും ചെയ്യും. പക്ഷേ എനിക്ക് പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ ആ പ്രശ്നത്തെ മാത്രം നോക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതിനുള്ള ഇനിയുള്ള എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി എനിക്ക് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കേണ്ട സമയം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചിന്തിക്കണം. മസ്റ്റായിട്ട് നിങ്ങളത് ചിന്തിച്ചേ പറ്റൂ. ഇങ്ങനെ ഓടിയിട്ട് ഒരു പ്രയോജനവുമില്ല. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ 7 ഓഫ് വോൺസ് നമുക്ക് പറഞ്ഞു തരുന്നത് തന്നെയാണ്. 7 ഓഫ് വോൺസ് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പലതും കാണുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ ചുറ്റിനുമുള്ള എല്ലാ കാര്യങ്ങളും വളരെ സ്റ്റേബിൾ തന്നെയാണ്. ഇപ്പോഴും പഴയ പോലെ വളരെ സ്റ്റേബിൾ തന്നെയാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളതറിയുന്നില്ല. നിങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുമുണ്ട്. നമ്മൾ എത്രത്തോളം പ്രശ്നങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ആ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നമുക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുകയോ, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് സമാധാനത്തിൽ ഇരിക്കാനെങ്കിലും ശ്രദ്ധിക്കുക. ഈ ഓടി നടന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ചുറ്റും ഉള്ള പല കാര്യങ്ങളും ഇന്നും അതുപോലെ സ്റ്റേബിൾ തന്നെയാണ്. നിങ്ങളത് പ്രശ്നമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ മനസ്സിനെ വളരെയധികം സ്റ്റേബിളാക്കുക. മൈൻഡ് വളരെ ഒന്ന് കാമാക്കിയാൽ മതി. കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിപ്പോൾ വളരെ കലുഷിതമാണ്. ഇങ്ങനെ ഒരു കുഴഞ്ഞ ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കാനുള്ളതും നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അച്ചീവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റും ഉണ്ട്. നമ്പർ 2-നുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം.
believe, deep listening, sanctuary. കണ്ടില്ലേ? നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് ഈ പറയുന്നത്. വിശ്വസിക്കുക, ബിലീവ് ഇൻ യുവർ സെൽഫ്, യുവർ പൊട്ടൻഷ്യൽ ഈസ് ലിമിറ്റ്ലെസ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയാതെയാണ് നിങ്ങൾ ഈ കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. അതിൻ്റെ സമയമായി കഴിഞ്ഞു. ഇത് നമുക്ക് സ്പിരിറ്റ് ഗൈഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനിയെങ്കിലും ഈ നെട്ടോട്ടം ഓടാതെ വളരെ കാമായിട്ട് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങളിൽ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുക, ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക. നിങ്ങൾ വളരെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തി തന്നെയാണ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. പിന്നീട് ഡീപ്പ് ലിസണിങ്, ലിസൺ ഡീപ്ലി, അണ്ടർസ്റ്റാൻഡിങ്, ബിൽഡ് ബ്രിഡ്ജസ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ആരിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞില്ല നേരത്തെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എന്തെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ആ വ്യക്തി നമ്മളോട് ചെയ്ത നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളോട് എപ്പോഴും ഇങ്ങനെ ആയിരുന്നു, ആ വ്യക്തിയോട് നമുക്ക് പൊറുക്കാൻ കഴിയില്ലേ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ചിന്തിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനുണ്ടായ ആ ഒരു വേദന, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. സാങ്ച്വറി, ഫിൽ യുവർ മൈൻഡ് വിത്ത് പ്യൂരിറ്റി, കാംനെസ് ആൻഡ് ഗ്രീനറി. നമ്മൾ പറഞ്ഞല്ലോ, ടാരോ റീഡിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് റിലാക്സ് ചെയ്യുക, നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കി വിടുക. കുറച്ച് കാമായിട്ട്, കുറച്ച് നേച്ചറിലേക്കൊക്കെ ഇറങ്ങിപ്പോയി, ഒന്ന് ടയേർഡാകുന്ന സമയത്ത് ഒന്നൊരു നടക്കാൻ പോവോ, അല്ലെങ്കിൽ കുറച്ചൊന്ന് പുറത്തിറങ്ങിയിരിക്കുകയോ, ഒരു യാത്രയ്ക്ക് പോവോ, ഒരു ചെറിയ യാത്രയ്ക്ക് പോവോ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് നല്ലത് ഒരു റിലീഫ് ഫീൽ വരും. അപ്പോൾ അങ്ങനെ ഒരു റിലീഫ് ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് ഈ കാർഡ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓട്ടം, നിങ്ങൾ വളരെ ഒരു വലിയ ഓട്ടത്തിലാണ്. അപ്പോൾ എന്തെന്നറിയാതെ ഓടിക്കൊണ്ടിരിക്കരുത്. എന്തിനാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കണം. ഒന്നിരുന്ന് ചിന്തിച്ച് നോക്കണം. ഞാൻ ഈ ചെയ്ത് കൊണ്ടിരിക്കുന്നത് ശരി തന്നെയാണോ, അല്ലെങ്കിൽ ഞാൻ ശരിയായ ഒരു ദിക്കിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളൊന്ന് റിയലൈസ് ചെയ്ത് നോക്കണം എന്നതാണ് ഈ റീഡിങ് പറയുന്നത്. മുന്നോട്ടുള്ളത് നല്ലത് തന്നെയായിരിക്കും. ഓക്കെ, ഫയൽ നമ്പർ 2 റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.